ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. മെഷർമെൻറ്റ് കപ്പും മെഷർമെൻറ്റ് സ്പൂണും ബീറ്ററും ഓവനും ഇല്ലാതെ തയ്യാറാക്കിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കുക എന്നുള്ള ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ കേക്കിലേക്കുള്ള അളവുകളൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ള ചായ ഗ്ലാസ്സിലും പിന്നെ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സ്പൂണും വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. 200 ml ഈ ഒരു ചായ ഗ്ലാസ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അതിനൊരു ഗ്ലാസ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലെ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഒന്ന് വലിയ സ്പൂണും ഒന്ന് ചെറിയ സ്പൂണാണ്. അപ്പോൾ നമ്മൾ ടേബിൾ സ്പൂൺ എന്നൊക്കെ പറയുന്ന സ്പൂണ് ഈ ഒരു അളവാണ് കേട്ടോ ഉണ്ടാകുക. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും, മിക്കവാറും വീടുകളിലും ഉണ്ടാകും ഇതുപോലൊരു വലിയ സ്പൂണും ചെറിയ സ്പൂണും ഒക്കെ. അപ്പോൾ അതെടുത്താൽ മതി. ഇനി നമുക്ക് മൈദ ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട കൊക്കോ പൗഡർ അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള വലിയ സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് 3 വലിയ സ്പൂണ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ലൈറ്റ് കൊക്കോ പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഡാർക്ക് കൊക്കോ പൗഡർ വേണമെങ്കിൽ അതും എടുക്കാം. പിന്നെ ഇതുപോലെയുള്ള ചെറിയ ടീസ്പൂണിന് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിനേക്കാളും പകുതി ഇത്രയേ ഉള്ളൂ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് നുള്ളിയിടുകയാണെങ്കിൽ ഇതുപോലെ ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ ഉണ്ടാവും കേട്ടോ ഇത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ നമ്മളിവിടെ പൊടിയൊക്കെ ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു 2 പ്രാവശ്യം കൂടെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കേക്ക് പൊങ്ങിയും താഴ്ന്നൊക്കെ നിൽക്കുന്നതൊക്കെ ഒഴിവാക്കാം. എല്ലാ ഭാഗവും ഒരുപോലെ വരും കേക്കിൻ്റെ. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാലേ ഉള്ളൂ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരിക. അപ്പോൾ പ്രത്യേകിച്ച് ഈ ചോക്ലേറ്റ് കേക്ക് അതുപോലെ റെഡ് വെൽവെറ്റ് കേക്കൊക്കെ ഇതുപോലെ ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ 3 പ്രാവശ്യവും ഞാനിത് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി മിക്സ് ആവാത്ത യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് നമ്മൾ മൈദ അളന്നെടുത്തിട്ടുള്ള ആ ഒരു സെയിം ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അളന്നെടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ എടുത്താൽ മതി കേട്ടോ. പിന്നെ 4 മുട്ടയും എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിൽ അതൊന്ന് തണുപ്പ് പോയതിന് ശേഷം എടുക്കാം. ഞാനിവിടെ 2 ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കാം. അപ്പം ഞാൻ വെള്ള ഈ ഒരു ബൗളിലേക്കും മഞ്ഞ മറ്റൊരു ബൗളിലേക്കും ആക്കി വെക്കുന്നുണ്ട്. നാല് മുട്ടയും ഇപ്പോൾ വെള്ളയും മഞ്ഞയും ഒക്കെ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ മുട്ടയുടെ വെള്ളയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിലേക്ക് ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വിസ്ക് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലൊരു ഫോർക്ക് എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വിസ്ക് ഉണ്ടാവുമല്ലോ, സ്പ്രിംഗ് വിസ്ക്, അതെടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ മുട്ട നന്നായിട്ട് പതഞ്ഞ് വരും. നല്ല വെള്ള കളറിൽ തന്നെ വരും കേട്ടോ. നമ്മൾ ഇലക്ട്രിക് ബീറ്ററൊക്കെ യൂസ് ചെയ്ത് ബീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ വരും. ഇപ്പോൾ കണ്ടല്ലോ, നമ്മുടെ മുട്ടയുടെ വെള്ളം ഒരു 2 മിനിറ്റൊക്കെ ഇതുപോലെ അടിച്ചെടുത്തപ്പോഴേക്കും നല്ല വെള്ള കളറായി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരു 3-4 മിനിറ്റൊക്കെ മതി കേട്ടോ, ഇതൊന്ന് നല്ല സ്റ്റിഫായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മുട്ടയുടെ അളവിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ 2 മുട്ടയൊക്കെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്, മുട്ടയുടെ വെള്ളമൊക്കെ ബീറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കണ്ടല്ലോ, നമ്മുടെ മുട്ടയുടെ വെള്ള നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. നമ്മൾ ഇലക്ട്രിക് ബീറ്ററൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നത് പോലെ തന്നെ ആയി വന്നിട്ടുണ്ട്.
ഇത് നമ്മൾ പാത്രം ഇതുപോലെ കമഴ്ത്തി പിടിച്ചാൽ പോലും താഴെ പോയില്ല, അത്രക്കും സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ അളന്നെടുത്തിട്ടുള്ള ആ ഒരു സെയിം സ്പൂൺ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തടിത്തവി വെച്ചിട്ടോ ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് ഒന്നിച്ച് ചേർത്ത് കൊടുക്കേണ്ട, ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളത് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നമ്മളിവിടെ മുഴുവൻ പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ വലിയ സ്പൂണിന് 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഓയിലൊന്ന് ഇതിൽ യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച തണുത്ത പാൽ ഒഴിക്കരുത് കേട്ടോ. തണുത്ത പാലാണെങ്കിൽ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി തണുപ്പൊന്ന് മാറ്റിയെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരിപ്പയിലൂടെ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ യോജിപ്പിച്ചെടുക്കാൻ പറ്റും. പൊടി ഒന്നിച്ചിട്ട് കൊടുക്കേണ്ട, കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതും കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഇട്ട് കൊടുത്ത പൊടിയും മുട്ടയുടെ വെള്ളയും ഒക്കെ മിക്സായി വന്നതിന് ശേഷം പിന്നെ ബാക്കിയുള്ള പൊടിയും മുട്ടയുടെ വെള്ളയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാനൊരു 3 ബാച്ചായിട്ടാണ് കേട്ടോ ഇവിടെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മളിവിടെ ലാസ്റ്റ് ബാച്ച് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്റ്റൗ ടോപ്പിൽ ഇതുപോലൊരു പഴയ പാൻ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിലിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മൾ ബാറ്ററൊക്കെ മിക്സ് ആവുന്ന സമയമാകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ചൂടായിക്കോളും. നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാറ്റർ ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ബാറ്ററി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലൊരു സോസ് പാനിലേക്കാണ് കേട്ടോ. അപ്പോൾ സോസ് പാനിൽ കുറച്ച് ഓയിലൊന്ന് എല്ലാ ഭാഗത്തും ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഓയിലാക്കി കൊടുക്കണ്ട കേട്ടോ. ചെറുതായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലെയുള്ള സോസ് പാൻ ഇല്ലാത്തവർ ചെറിയ കുക്കറൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ, അതെടുത്താലും മതി കേട്ടോ. കുക്കറിൽ ഇതുപോലെ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു 7 ഇഞ്ചിൻ്റെ സോസ് പാൻ ആണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഹൈറ്റിലുള്ളൊരു കേക്കാണിത്. അപ്പോൾ കുറച്ച് സമയം വേണം ഇതൊന്ന് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിന് അളവിനനുസരിച്ചാണ് കേട്ടോ ബേക്കിങ്ങിൻ്റെ ടൈമൊക്കെ. ഇനി സാധാരണ നമ്മൾ കേക്ക് ടിന്നിലൊക്കെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ചൂടാക്കി വെച്ചിട്ടുള്ള ഈ പാനിൻ്റെ മുകളിലേക്ക് ഈ പാത്രം വെച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിൽ നേരിട്ട് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിലൊക്കെ ഇതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ ഒരു പഴയ പാനോ എന്തെങ്കിലും ഒരു തട്ടോ എന്തെങ്കിലും വെച്ച് അത് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുക്കർ വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാൻ മതി.
ഇനി ഇതിൻ്റെ മുകളിൽ ഞാനിതുപോലൊരു വെയിറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, ആവിയൊന്നും പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗ്ലാസിൻ്റെ ലിഡാകുമ്പോൾ ഇതുപോലൊരു ചെറിയ ഹോൾ ഉണ്ടാവും. അപ്പോൾ അതും കൂടെ ഞാനൊരു പേപ്പർ വെച്ചിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഹൈറ്റുള്ള കേക്കാണിത്. ചെറിയൊരു സോസ് പാൻ ആയതുകൊണ്ട് കുറച്ച് ഹൈറ്റിലുള്ള ഒരു കേക്കാണ്. അപ്പോൾ കുറച്ച് സമയം വരും കേട്ടോ അതൊന്ന് ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. 45-50 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ കേക്ക് ബേക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് ബേക്കിങ്ങിൻ്റെ ടൈം. അപ്പോൾ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ഒരു 45 മിനിറ്റ് ആയ സമയത്ത് മുകൾ ഭാഗം ഒന്ന് തൊട്ട് നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ കയ്യുമ്മൽ പോകുന്നതാണ്. അപ്പോൾ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ലിഡ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് തുറന്ന് വെച്ചു ഒരു 5 മിനിറ്റ്. അപ്പോഴേക്കും കേക്ക് റെഡി ആയിട്ടോ. ഇതിൻ്റെ സൈഡൊക്കെ പെട്ടെന്ന് തന്നെ വിട്ട് പോരും കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ തന്നെ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. സൈഡൊക്കെ ഇപ്പോൾ തന്നെ വിട്ട് പോന്നിട്ടുണ്ട്. ഞാനൊരു സ്പാറ്റിൽ വെച്ചിട്ട് ഒന്ന് വിടിയിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടിയാൽ തന്നെ കേക്ക് പോരും. അപ്പോൾ അതാ നമ്മുടെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അത്യാവശ്യം ഹൈറ്റ് ഉള്ളൊരു കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിത് 3 ലെയർ ആക്കി എടുത്തിട്ട് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതാ നോക്കൂ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓവനും ബീറ്ററും കേക്ക് ടിന്നും മെഷർമെൻറ്റ് കപ്പും സ്പൂണും ഒന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്